അകലാൻ പറ്റാത്ത രീതിയിൽ അവനോട് ആ ക്ലോസ്നെസ്, അവനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ലോർഡ് ഐ വുഡ് ലൈക്ക് ടു സീ ദാറ്റ് യു ആർ ഗിവിംഗ് മീ എ ഡീപ് കിസ്. നമുക്കങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടോ? ആൻഡ് വി ആർ ക്രിസ്ത്യൻസ്, നമ്മൾ കർത്താവിന്റെ അടുത്ത ആളുകളാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. ബട്ട് ഹൗ മെനി ടൈംസ് യു കുഡ് സേ സംതിങ് ലൈക്ക് ദിസ് ടു യുവർ ജീസസ്? അല്ലെ അവൻ നമ്മുടെ ലവർ ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് അറിയാമോ? നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ, യുവർ ലവ് ഇസ് മച്ച് ബെറ്റർ ദാൻ വൈൻ. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ വിലയേറിയത്. ഒരുത്തൻ വീഞ്ഞ് കുടിച്ചാൽ അവന് എത്ര സന്തോഷം ഉണ്ടാകുമോ അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞാൻ നിന്നെ പാനം ചെയ്യുമ്പോഴുണ്ട്. വെൻ ഐ ഡ്രിങ്ക് യു, ഷീ സേസ് ഐ ആം ഡ്രങ്ക് വിത്ത് യു. അതാ പറയുന്നത്, ഐ ആം ഡ്രങ്ക്. ഞാൻ മത്ത് പിടിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ കൊണ്ട് മത്ത് പിടിച്ചിരിക്കുകയാണ്. So, if I get time, I want to explain it sometimes later. But just think about somebody who is drunk. And ഒരു കാര്യം മാത്രമേ ഞാൻ പറയും. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നു. വൺ തിങ് ഐ വിൽ സേ, നിങ്ങൾ ട്രങ്ക് ആണെങ്കിൽ, ട്രങ്ക് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് യു ഗിവ് എ റോസ് ഫ്ലവർ ഓർ എ പീസ് ഓഫ് കേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള ഒരു ഫുഡ് എന്തെങ്കിലും കൊണ്ട് കൊടുത്തു നോക്കി. ടോട്ടലി ട്രങ്ക് ആയിട്ടുള്ളവരുടെ അടുത്ത് ഒരു ജിലേബി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഹി അപ്രീഷിയേറ്റ് ഇറ്റ്? ടെൽ മീ. അവന്റെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ടോട്ടലി ട്രങ്ക് ആയിട്ടുള്ള ഒരുത്തന്റെ അടുത്ത് ഒരു പൂ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനൊന്നെ ആ പൂവിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു? ടോട്ടലി ട്രങ്ക് ആയിട്ടിരിക്കുന്നതിന്റെ അടുത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും നല്ല മധുരമുള്ള ഒരു സ്വീറ്റ് കൊണ്ട് കൊടുത്തു നോക്കി, ചില പായസം കൊണ്ട് കൊടുത്തു നോക്കി. ഡു യു തിങ്ക് ദാറ്റ് ഹി വിൽ അപ്രീഷിയേറ്റ്? അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്ത് മാത്രമാണെന്ന് അറിയാമോ? അനദർ പെഗ്. അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? മോർ വൈൻ, മോർ ഡ്രിങ്ക്. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പൻസ് വെൻ യു ആർ ഡ്രങ്ക് വിത്ത് യു. നത്തിങ് ഓഫ് ദിസ് വേൾഡ് വിൽ ഡിലൈറ്റ്. ലോകത്തിലെ മറ്റൊന്നും I will explain it sometime later when we go to the New Testament. പുതിയ നിയമത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് എനിക്ക്. But still I would like to say that when you are drunk with Jesus, then certainly you will look for just one thing. നിങ്ങളുടെ പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും, നിങ്ങളൊരു പൂർണ്ണ ഹൃദയം ആർക്ക് വേണ്ടി കൊടുത്തിരിക്കും? ആത്മാവിന്റെ ആഴത്തിൽ മറ്റൊന്നും കടന്നു വരാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ അവന് ഡിലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. നമ്മുടെ ഫീലിങ്സിനെ മുഴുവൻ, വേറൊന്നിനും നമ്മുടെ ഫീലിങ്സിനെ ഉണർത്താൻ കഴിയാത്ത നിലയിൽ, ധനത്തിനോ പണത്തിനോ സൗകര്യങ്ങൾക്കോ സുഖങ്ങൾക്കോ ഒന്നിനും നമ്മളുടെ ഫീലിങ്സിനെ ഉണർത്താൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായിട്ടും അവൻ മാത്രം നമ്മളെ ഉണർത്തുന്ന ഒരു സ്റ്റേജ് നമ്മൾ. And that is serving the Lord, loving the Lord with all your heart. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അതാണ് പൂർണ്ണ ഹൃദയം. അവന് വേണ്ടി നമ്മുടെ ഹൃദയം ഉരുകിപ്പോവും. നമ്മൾ അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്. അതിന്റെ 4-ാം വാക്യം, എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടെ കൈനീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. ഇവൻ കോട്ടയാടിന് പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അവൻ ആ കോട്ടയാടിന്റെ ഒരു ചെറിയ പോക്കറ്റ് ഗേറ്റ് പോലൊരു ഇതുണ്ട്. എന്തിനാണ്? ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ്. ആരാണ് പുറത്ത് വന്നിരിക്കുന്നുള്ളത് അറിയാൻ വേണ്ടി. അവൻ പ്രിയയോട് പറയാണ്, ഇറ്റ് ഈസ് മീ, ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഹാൻഡ്. ഞാനാണ് വന്നിരിക്കുന്നത്, നീ എന്റെ കരങ്ങളെ നോക്കുക. അവന്റെ കരങ്ങളെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഉരുകിപ്പോയി. ആണിപ്പാടുള്ളവന്റെ കരങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സെർവിംഗ് ദ ലോർഡ് വിത്ത് ഓൾ അവർ ഹാർട്ട്. അവന്റെ കൈകൾ നമ്മുടെ ഹൃദയത്തെ ഉരുക്കിക്കളയുന്നില്ലെങ്കിൽ, അവന്റെ മുഖം നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ, അവനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ, മറ്റെന്തെങ്കിലും അതിനെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻഫാക്ട് വി ആർ നോട്ട് സെർവിംഗ് ദ ലോർഡ് വിത്ത് ഓൾ അവർ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഫൈനലി
എന്താണ്? പൂർണ്ണ ആത്മാവോടുകൂടി. പൂർണ്ണ ആത്മാവോടുകൂടി. ഇവിടെ ന്യൂമ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഹ്യൂമൻ സ്പിരിറ്റ് ഓർ ഡിവൈൻ സ്പിരിറ്റ്, രണ്ടിനും ഒരേ വാക്ക് തന്നെയാണ്. ദൈവാത്മാവ്, മനുഷ്യന്റെ ആത്മാവ്, ഈ രണ്ട് വാക്കുകളും അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്രത്ത് എന്ന അർത്ഥത്തിലാണ്. ശ്വാസം അല്ലെങ്കിൽ ജീവൻ എന്ന അർത്ഥത്തിൽ. ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? എന്റെ എല്ലാ ജീവനോടും കൂടെ ഞാൻ അവനെ, അല്ലെങ്കിൽ എന്റെ എല്ലാ ശ്വാസത്തോടും കൂടെ ഞാൻ അവനെ സേവിക്കും. പ്രിയമുള്ളവരെ, എന്റെ എല്ലാ, ആദ്യം നമ്മളെന്താ, ശക്തിയോടും കൂടെ ഞാൻ അവനെ സേവിക്കും. എന്റെ എല്ലാ മനസ്സോടും കൂടെ ഞാൻ അവനെ സേവിക്കും. എന്റെ എല്ലാ ഹൃദയത്തോടും കൂടെ ഞാൻ അവനെ സേവിക്കും. എന്റെ എല്ലാ ആത്മാവോടും കൂടെ, അല്ലെങ്കിൽ എന്റെ എല്ലാ ശ്വാസത്തോടും കൂടെ ഞാൻ അവനെ സേവിക്കും. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. എന്റെ എല്ലാ ശ്വാസവും, ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ എന്റെ ശ്വാസം നിന്നു പോകുന്ന സ്റ്റേജ്. If I fail to love my God, if I fail to serve my God, I feel I am dying. മരിച്ചു പോകുമോ എന്നുള്ള പേടി തോന്നത്തക്ക രീതി. അതിനോ ഈ കാര്യങ്ങൾ ബുദ്ധിപരമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. യു ഹാവ് ടു എക്സ്പീരിയൻസ്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ രീതിയിൽ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കാണാൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയം നിന്നു പോകുന്ന ഒരു സ്റ്റേജ്. ഹൃദയം നിന്നു പോകുന്ന ഒരു സ്റ്റേജ്. പ്രേമത്തെക്കുറിച്ച് ഉത്തമഗീതത്തിൽ പറയുന്നത് അത് മരണത്തെക്കാൾ ബലമേറിയത്. അത് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. മരണത്തിന് പോലും മാറ്റിക്കളയാൻ കഴിയാത്തത്. ലവ് ഇസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ അറിയുന്നത്? ഹൗ ഫാർ വി ലവ് അവർ ഗാഡ്, ഹൗ ഫാർ വി സെർവ് അവർ ഗാഡ്. ആത്മനിറവുള്ള വ്യക്തി അവനെ എന്ത് ചെയ്യുന്നറിയാമോ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കും. ഐഡിയൽ സ്റ്റേജ് പറഞ്ഞു പോകാൻ വേണ്ടിയല്ല, അത് മാത്രമല്ല. ഇൻഫാക്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. വി ആർ ഹിയർ ടു സെർവ് അവർ ലോർഡ്, ലവ് അവർ ലോർഡ് വിത്ത് ഓൾ അവർ ഹാർട്ട്, വിത്ത് ഓൾ അവർ മൈൻഡ്, വിത്ത് ഓൾ അവർ സ്പിരിറ്റ് ആൻഡ് വിത്ത് ഓൾ അവർ സ്ട്രെങ്ത്. സോ വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. നമ്മളൊരു തീരുമാനത്തിന്റെ സ്റ്റേജിൽ പോയാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ സേവിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ലാത്ത നിലയിൽ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 125 കൂട്ടം പഠിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. We want to see that we are serving the Lord with all our heart, with all our mind, with all our strength and with all our spirit. പൂർണ്ണാത്മാവ്, ശ്വാസം നിന്നു പോകുന്നു. ഇനി കാലേബിനെ കുറിച്ച് വേദത്തിൽ പറയുന്ന ഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 24 വാക്യം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24. എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. മൈ സെർവന്റ് കാലബ് ബിക്കോസ് ഹി ഹാഡ് അനദർ സ്പിരിറ്റ്. വേറൊരു സ്വഭാവം എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത് അനദർ സ്പിരിറ്റ് വിത്ത് ഹിം and hath followed me fully, him will I bring into the land where he went. രണ്ട് കാര്യങ്ങൾ കാലേബിനെ കുറിച്ചുള്ള പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അറിയാം, അവന് വേറൊരു സ്വഭാവം, he has another spirit, വേറൊരു ആത്മാവ്. മറ്റുള്ളവരെ പോലെ അല്ല അവന്റെ സ്പിരിറ്റ് വേറെയാണ്. അണ്ടർസ്റ്റാൻഡ്? അവൻ നോക്കുന്നത്, കാണുന്നത്, കാര്യങ്ങളെ കാണുന്നത്, നോക്കുന്നതെല്ലാം വേറെയാണ്. അത് പറയുന്ന ഭാഗം ഈ ദേശം ഒറ്റുനോക്കാനായിട്ട് മോശ 12 പേരെ പറഞ്ഞു വിടുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ പറഞ്ഞു വിടുന്നു. ഈ 12 പേര് പോയിട്ട് തിരിച്ചു വന്നവർ പറഞ്ഞ റിപ്പോർട്ടുകളുടെ വ്യത്യാസമാണ്. 10 പേര് പറഞ്ഞതുപോലെ അല്ല 2 പേര് പറയുന്നത്. യോശുവയും കാലേബും പറയുന്നത് വേറൊരു റിപ്പോർട്ടാണ് പറയുന്നത്. കണ്ടത് ഒരുപോലെയാണ്. ഇവര് 2 സ്ഥലത്തൂടെ പോയതല്ല, 2 ആളുകളെയല്ല കണ്ടത്, 2 കാര്യങ്ങളല്ല കണ്ടതെല്ലാം ഒരുപോലെയാണ്. പോയ സ്ഥലം ഒന്നാണ്, പോയ സമയം ഒന്നാണ്, പോയ സീസൺ ഒന്നാണ്, കണ്ട ആളുകൾ ഒന്നാണ്, അനുഭവിച്ച ക്ലൈമറ്റ് ഒന്നാണ്, എല്ലാം ഒന്നാണ്. പക്ഷെ റിപ്പോർട്ട് വ്യത്യാസം. അവൻ എന്താണ് ഒറ്റുനോക്കാൻ പോയ ബാക്കി 10 പേരുടെ ആത്മാവല്ലായിരുന്നു അവന്റെ. ആത്മനിറവുള്ളവൻ കാര്യങ്ങളെ കാണുന്ന വ്യത്യാസപ്പെട്ടായിരിക്കും, മറ്റുള്ളവർ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ഹ്യൂമൻ ഐസിലാണ് കാണുന്നതെങ്കിൽ
മാനുഷിക കണ്ണുകളിൽ കാര്യങ്ങളെ കാണുന്നവനല്ല ആത്മനിറവുള്ളവൻ കാണുന്നത്. ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്ന്. ആദ്യത്തെ കാര്യം, നമ്മൾ ദൈവാത്മാവ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തികൾ എന്താണെന്നറിയാമോ? നമ്മുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റുക. ഇന്നലെ വരെ കണ്ടതുപോലല്ലോ നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. പേഴ്സ്പെക്റ്റീവ്. ഞാൻ സാധാരണ ബൈബിൾ സ്കൂളുകളിലും മറ്റും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ ഒത്തിരി ഇൻഫർമേഷൻ തരാമെന്നുള്ള ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ദാറ്റ് യു വിൽ ഗെറ്റ് ഇൻ ദ ഇന്റർനെറ്റ്. അപ്പൊ ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ, ഞങ്ങൾക്ക് 2 ബൈബിൾ സ്കൂൾ. ആൻഡ് certainly ഞാൻ പറയുന്നത്, we have computer. If you want to know about something, just go to the computer and learn. പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നതിന്റെ when I teach, I say, I am here to change your perspective. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീക്ഷണം, അല്ലേ, റൈറ്റ്? നിങ്ങളുടെ വീക്ഷണം മാറ്റാൻ വേണ്ടിയാണ്. കാര്യങ്ങൾ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണും. ആത്മനിറവുള്ളവൻ കാര്യങ്ങളെ കാണുന്നത് ആത്മാവിന്റെ കണ്ണുകളിലൂടെയാണ്, മനുഷ്യന്റെ കണ്ണുകളിലൂടെയാണ്. ആത്മനിറവുള്ളവൻ കാര്യങ്ങൾ കാണുന്നത് ദൈവാത്മാവിന്റെ കണ്ണുകളിലൂടെയാണ്. കാലേബ് അതാ ചെയ്തിരിക്കുന്നത്. കാലേബ് മറ്റൊരു രീതിയിൽ ആണ് കാര്യങ്ങളെ കാണുന്നത്. ആ ഭാഗത്തിന്റെ എക്സജസസ് ഞാൻ ഒന്ന് പറയാനായിട്ട് പരിശ്രമിക്കും. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ഭാഗവും വായിച്ചു പറയാനുള്ള സമയം നമുക്കില്ല. എങ്കിലും ഈ പാസേജ് ഞാൻ പറയുന്നത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ്. പിന്നെ ഒരിക്കലൂടെ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. ഇവിടെ 13-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ മോശ അവരെ പറഞ്ഞു വിടുന്നു. പല സ്ഥലത്തു നിന്നുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഭാഗത്ത് ഓരോ ഗോത്രത്തിലെ ആളുകളെ കാണുന്നു. 19-ാം വാക്യത്തിൽ മോശ കനാന്റെ വിദേശം ഒറ്റുനോക്കാൻ അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് അവരോട് നോക്കേണ്ട കാര്യങ്ങൾ, ദേശം ഏതുവിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അപ്പോൾ മോശ ഇവരോട് പറഞ്ഞു വിടുന്നത് ഈ സ്ഥലം പോയി നോക്കിയേച്ച് റിപ്പോർട്ട് തരാനാണ്. വേറെ ഒന്നും ഇവരോട് ആവശ്യപ്പെടുന്നില്ല. അതെങ്ങനെ ഉണ്ടെന്ന് പോയി പറയാം. നമ്മളെ ഏൽപ്പിക്കുന്ന പണി ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? ഏൽപ്പിക്കുന്ന പണി കൂടുതൽ എപ്പോഴും ചെയ്യും. ഇവർ ചെയ്യുന്നതെന്നറിയാമോ? ഇവർ പോയിട്ട് തിരിച്ചു വന്ന് 21 മുതൽ 26 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് അവർ ആ സ്ഥലങ്ങൾ പോയി കാണുന്നതാണ്. അത് പിന്നീട് വായിക്കാം. 27-ാം വാക്യത്തിൽ റിപ്പോർട്ട് അവർ പറഞ്ഞു തുടങ്ങുകയാണ്. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു എന്തെന്നാൽ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അല്ലേ? കുഴപ്പമില്ല. ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനി ഒഴുകുന്ന ദേശം തന്നെ, ഒന്നാന്തര സ്ഥലമാണ്. കർത്താവ് കള്ളമൊന്നും പറഞ്ഞില്ല. പാലും തേനി ഒഴുകുന്ന ദേശം തന്നെ ആകുന്നു. അതിലെ ഫലങ്ങൾ ഇതാ. ഫലങ്ങൾ എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നറിയാമോ? മുന്തിരിക്ക എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അത് ഒരാൾക്കൊന്നും ചുമ്മാൻ പറ്റാത്തത് കൊണ്ട് എന്താ ഈ കമ്പ് കെട്ടി അതിന്റെ നടുക്കത് കെട്ടിയിട്ട് ആളുകൾ എന്താ ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരികയാണ്. അത്രയ്ക്കും വലിയ മുന്തിരിക്കയാണ്. ഇറ്റ് ഇസ് റിയൽ ഗുഡ്. എല്ലാം കൊള്ളാം. 28-ാം വാക്യത്തിൽ എങ്കിലും അവിടെ തൊട്ടാ കുഴപ്പം തുടങ്ങുന്നത്. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിന് യോർദാൻ നദീരത്ത് പാർക്കുന്നു. എങ്കിലും ഇതിനുള്ള കാരണം പറഞ്ഞു. ഇത് പറയാനല്ലല്ലോ ഇവനെ പറഞ്ഞു വിട്ടതാണ്. ഇത് പറയാനാണ് പറഞ്ഞു വിട്ടത് അല്ല. ഇവനോട് പറഞ്ഞത് നീ പോയി എന്തോ ചെയ്യണം, നോക്കിയിട്ട് എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നുള്ളത് വന്ന് പറയണം. ഫിനിഷ്. ഇതിനെ അനലൈസ് ചെയ്യാനൊന്നും ഈ പൊളിറ്റിക്കൽ അനാലിസ്റ്റിനെ പോലൊന്നും പോയി ഇതെല്ലാം കൂടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അനലൈസ് ചെയ്യാനൊന്നും ഇവനോട് പറഞ്ഞില്ല. പറഞ്ഞു അവനെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ പോലെ. ഇവനെ സംബന്ധിച്ചോളം എങ്കിലും ജനം ശക്തർ, ജനങ്ങൾ ശക്തരാണെന്ന് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ആളുകളെ കണ്ടു, അവരെ അനാക്കിന്റെ പോലെ അമ്മമാരാണ്, നല്ല പെണ്ണന്മാരാണ്. ജനങ്ങൾ ശക്തരാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കാര്യം അവിടെ കണ്ടോ? എങ്കിലും ജനം ശക്തർ എന്ന് പറയാൻ അവന് അവകാശമില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. എങ്കിലും എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അവൻ പറയുന്നത് ബേസിക്കലി നമുക്കവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ്. റിപ്പോർട്ട് എന്നാൽ